മണി ബോക്സ് ബി ഫിനാൻഷ്യലി ഡിസിപ്ലിൻ. ഹായ് ഫ്രണ്ട്സ്, എന്താണ് മ്യൂച്വൽ ഫണ്ട്സ്, അതിന്റെ ഇമ്പോർട്ടൻസ്, ബെനിഫിറ്റ്സ് ഇതൊക്കെ നമ്മൾ മുൻ എപ്പിസോഡുകളിൽ മനസ്സിലാക്കി. നൗ ഈ പൂൾഡ് മണി അല്ലെങ്കിൽ ഫണ്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഇതിൽ നിന്നും റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നത്, ഒരു ഫണ്ട് മാനേജറുടെ റോൾ എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്രോസസ് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു മിനിമം നോളജ് എങ്കിലും നമുക്ക് വേണ്ടേ. നമ്മളുടെയൊക്കെ ഹാർഡ് ഏൺഡ് മണിയാണ് നമ്മളൊരു ഫണ്ട് മാനേജറെ അല്ലെങ്കിൽ ഒരു ടീമിനെ ഏൽപ്പിക്കുന്നത്, അല്ലെ? നമുക്ക് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി ലോഞ്ച് ചെയ്യുന്ന ഏതൊരു സ്കീമിനും നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. പേര് പോലെ തന്നെ എ പേഴ്സൺ ഹു ഈസ് ഇൻട്രസ്റ്റഡ് വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് ദ ഫണ്ട് അല്ലെങ്കിൽ ആ ഒരു പൂൾ ഓഫ് ഇൻവെസ്റ്റർ മണി, അതാണ് ഫണ്ട് മാനേജർ. ഓരോ സ്കീമിനും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഉണ്ടാവും. അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും വളരെ പ്രൂഡന്റ് ആയി മാനേജ് ചെയ്യുകയും റിട്ടേൺ ജനറേറ്റ് ചെയ്യുകയും നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ബിൽഡ് ചെയ്ത് ആ സ്കീമിനെ വളരെ പോപ്പുലർ ആക്കുകയും ചെയ്യുന്നത് ഈ ഫണ്ട് മാനേജേഴ്സ് ആയിരിക്കും. ഒരു സ്കീം റിട്ടേൺസ് ഡെലിവർ ചെയ്യുമ്പോൾ ഫണ്ട് മാനേജറുടെ കേപ്പബിലിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു ക്രെഡിബിൾ ഫണ്ട് മാനേജറായി അറിയപ്പെടുകയും ചെയ്യും. നോർമലി മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ഒന്നും തന്നെ സിംഗിൾ ഹാൻഡഡ്ലി അല്ല മാനേജ് ചെയ്യുന്നത്. അതൊരു പ്രൊഫഷണൽ ടീമാണ്. അതിനെ ഹെഡ് ചെയ്യുന്നതാണ് ഫണ്ട് മാനേജർ. നോർമലി എല്ലാ ഫണ്ട് മാനേജേഴ്സും ഐദർ CA അല്ലെങ്കിൽ CFA തുടങ്ങിയ ഹൈ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ മാക്രോ ആൻഡ് മൈക്രോ അനാലിസിസ് ചെയ്യാൻ കഴിവുള്ളവരുമായിരിക്കും. അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലെ തന്നെ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് ടീമും ഉണ്ടായിരിക്കും. അവരും മോസ്റ്റ്ലി CFAs ഒക്കെ തന്നെ ആയിരിക്കും. സാധാരണ ഫണ്ട് മാനേജേഴ്സ് ഒക്കെ ഏത് AMCയിലാണെങ്കിലും വളരെ ലോങ് സ്റ്റിൻഡ് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മുന്നേ പറഞ്ഞ പോലെ തന്നെ അവരുടെ ക്രെഡിബിലിറ്റിയും കേപ്പബിലിറ്റിയും ഒക്കെ മെഷർ ചെയ്യുന്നത് അവർ മാനേജ് ചെയ്യുന്ന സ്കീമിന്റെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് ഡെലിവറി ചെയ്യുക എന്നുള്ളത് ഏതൊരു ഫണ്ട് മാനേജറുടെയും ഒരു വലിയ ചലഞ്ചാണ്. അതിനേക്കാൾ ഉപരി അവരുടെ ഒരു പേഴ്സണൽ നീഡും കൂടെയാണ് ഇൻ എ വേ. ഇനി ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്രോസസിന്റെ ഒരു ബ്രോഡർ ആസ്പെക്ട് നമുക്ക് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, എല്ലാവരും മനസ്സിലാക്കേണ്ടതുമാണ്. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ആണെങ്കിലും ഗ്ലോബലിയും ഏതൊരു ലാർജ് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെയും ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്രോസസ്സ് സെൻട്രലൈസ്ഡ് ആയിരിക്കും. എന്താണ് ഈ സെൻട്രലൈസ്ഡ്, അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച്? സെൻട്രലൈസ്ഡ് അപ്രോച്ചിൽ ആ ഫേമിന് എഗ്രീഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പോളിസിയും ഒരു പ്രോസസ്സും ഉണ്ടാവും. ഇതായിരിക്കും ആ ഫണ്ടിന്റെ എല്ലാ സ്കീമിന്റെയും ഫണ്ട് മാനേജേഴ്സ് ഫോളോ ചെയ്യുന്നത്. അതിന് താഴെ ലാർജ് AMCസിനും അതുപോലെ സ്കീംസിനും ഒക്കെ കോ ഫണ്ട് മാനേജേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ റിസർച്ച് അനലിസ്റ്റുകളും ഒക്കെ ഉണ്ടാവും. എല്ലാ ലാർജ് AMCസിനും അല്ലെങ്കിൽ മേജർ മ്യൂച്വൽ ഫണ്ട് ഹൗസസിനൊക്കെ ഒരു CIO ഉണ്ടാവും, ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ. അദ്ദേഹമായിരിക്കും ആ AMCയുടെ എല്ലാ സ്കീംസും അതിന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ മോണിറ്റർ ചെയ്യുന്നതും അതുപോലെ തന്നെ സ്കീംസിന്റെ ഒക്കെ പെർഫോമൻസ് ഒക്കെ വിലയിരുത്തുന്നതും ഒക്കെ. എന്താണ് സെൻട്രലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്രോസസിന്റെ ആ ഒരു ബെനിഫിറ്റ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്? നമ്മളൊക്കെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സിന് സ്കീംസ് ചൂസ് ചെയ്യുന്നത് വേരിയസ് പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ചായിരിക്കും, അല്ലെ? അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഫണ്ട് മാനേജറുടെ ട്രാക്ക് റെക്കോർഡ്, ക്രെഡിബിലിറ്റി തുടങ്ങിയവ. സപ്പോസ് നമ്മളൊരു SIP സ്റ്റാർട്ട് ചെയ്തു, 2 വർഷമോ അല്ലെങ്കിൽ 5 വർഷമോ കഴിഞ്ഞാൽ ആ ഫണ്ട് മാനേജർ ആ സ്കീമിൽ നിന്നോ അല്ലെങ്കിൽ ആ AMCയിൽ നിന്നോ തന്നെയോ കിട്ടി ചെയ്താൽ നമുക്ക് SIP ചേഞ്ച് ചെയ്യണോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് അഡ്വൈസബിൾ ആണോ? ഒരിക്കലുമല്ല. SIP ആണെങ്കിലും ലംസം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ഇക്വിറ്റി മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ തന്നെയും ലോങ് ടേമിലേക്കുള്ളതാണ്, എസ്പെഷ്യലി SIPs. സോ ലോങ് ടേമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫണ്ട് മാനേജർ ക്വിറ്റ് ചെയ്തു അല്ലെങ്കിൽ ഫണ്ട് മാനേജർ ചേഞ്ച് ചെയ്തു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്കീമിന് അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസിന് യാതൊരു തരത്തിലും അഫക്ട് ചെയ്യരുത്, അല്ലെ? ഇവിടെയാണ് സെൻട്രലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ആ ഒരു പ്രോസസിന്റെ ഇമ്പോർട്ടൻസ്. എല്ലാ സ്കീമുകളും ഓവർസീ ചെയ്യുന്ന ഒരു ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ ഉണ്ടാവും. അതുപോലെ മേജർ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾക്കൊക്കെ തന്നെയും തങ്ങളുടെ സ്കീംസിനൊക്കെ ഒരു കോ ഫണ്ട് മാനേജർ ഉണ്ടാവും. ഫണ്ട് മാനേജർ പോയി എന്ന് കരുതി ആ പ്രോസസ്സിന് ഒന്നും സംഭവിക്കില്ല. ആ എൻറ്റയർ പ്രോസസ് റെക്കോർഡഡ് ആണ്. ഓരോ ആക്ഷനും
അതൊരു സ്റ്റോക്ക് പിക്ക് ആണെങ്കിലും പോർട്ട്ഫോളിയോ റീബാലൻസിങ് ആണെങ്കിലും മാക്രോ അനാലിസിസ് ആണെങ്കിലും മൈക്രോ അനാലിസിസ് ആണെങ്കിലും എല്ലാം റെക്കോർഡഡ് ആയിരിക്കും. ഒരു ക്ലിയർ രാഷണൽ കാണും. സോ ഈസി ആയിട്ട് ഒരു കോഫണ്ട് മാനേജർക്കോ അല്ലെങ്കിൽ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് ടീമിനോ ആ സ്കീം ടേക്ക് ഓവർ ചെയ്യാനായിട്ടും അതിന്റെ ആ ഒരു സ്മൂത്ത് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ടും സാധിക്കും, സെൻട്രലൈസ്ഡ് പ്രോസസ് ആണെങ്കിൽ. എന്നാൽ ചെറിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിന്റെ ഒക്കെ തന്നെയും ഈ ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ് സെൻട്രലൈസ്ഡ് അല്ല. അതിന് വലിയൊരു കോസ്റ്റ് ഉണ്ട്. അതുപോലെ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ന് ഇന്ത്യയിൽ ഏതാണ്ട് 44ഓളം സെബി ലൈസൻസ്ഡ് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ഉണ്ട്. അതിൽ തന്നെ ഏതാണ്ട് 36ഓളം ഓപ്പറേഷണൽ ആണ്. ഇതിൽ 50% അസറ്റ് മാനേജ്മെന്റ് കമ്പനീസും ആ ഒരു AMC ലെവൽ അല്ലെങ്കിൽ ബിസിനസ് ലെവലിൽ ലോസ് മേക്കിംഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഹൈ കോസ്റ്റ് ഒന്നും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ചെറിയ AMCസിന്റെ ഒക്കെ തന്നെയും ഒരു മേജർ ഡ്രോബാക്ക്. ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ എല്ലാ തലങ്ങളിലേക്കും ഇന്ന് പോകുന്നില്ല, കാരണം അതൊരു ലെങ്തി സബ്ജക്റ്റ് ആണ്. സോ ഇന്ന് നമ്മൾ കണ്ടു ആരാണ് ഫണ്ട് മാനേജർ, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഒരു ബ്രോഡർ ആസ്പെക്ട്, സെൻട്രലൈസ്ഡ് അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് മാനേജ്മെന്റ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജ്മെന്റ് പ്രോസസ്, അതുപോലെ തന്നെ ഹൗ ടു സെലക്ട് മ്യൂച്വൽ ഫണ്ട് സ്കീംസ്. ഇത് മറ്റൊരു സെഗ്മെന്റിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ഈ സെഗ്മെന്റ് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയി എന്ന് കരുതുന്നു. അടുത്ത സെഗ്മെന്റിൽ കാണാം. താങ്ക് യു ഓൾ. Please like, share and subscribe.